വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ വന്നത്. കുറച്ച് പേരോട് വരട്ടെ, എന്നിട്ട് നമുക്കൊന്ന് തുടങ്ങാം. ഹരിദാസൻ ഹായ്, ഒരുപാട് നാളായി ലൈവിൽ വന്നിട്ട്. എന്തായിരുന്നാലും ഏകദേശം ഒരു 3 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകും ഒരു ലൈവ് വന്നിട്ട്. ഒന്നാമത്തെ കാര്യം, 1 മണിക്കൂറെങ്കിലും മിനിമം ഇതിനകത്ത് ഇരിക്കണ്ടേ, അതിനുള്ള സമയക്കുറവ് കൊണ്ടാണ്. ഒരുപാട് നാളായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാനുമുണ്ട്. എനിക്ക് സൗകര്യമുള്ളത് നിങ്ങളോട് പറഞ്ഞു പോകുക എന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് തിരിച്ചു പറയാനോ, അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്കൊരു കൗണ്ടർ പറയാനോ ഉള്ളൊരു സാഹചര്യം ഇല്ലാതിരിക്കുന്നത് വളരെ മോശം തന്നെയാണ്, എനിക്കിത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്തായിരുന്നാലും നിരന്തരം നമുക്ക് പരസ്പരം സംവദിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, വളരെ സന്തോഷം കേട്ടാ. സിജോ ജോസ് ഹായ്, സുജനം ഹായ്, അജയൻ, ബോസ്, അനിൽ, എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് കേട്ടോ, വല്ലാത്ത സന്തോഷം. പിന്നെ ആരാണ്, ബോസ്, അനിൽ, വിഘ്നേശ്വർ, ഇതൊക്കെ നിൽക്കുന്നില്ല. അജയൻ കുമാർ, സജിമോൻ, സജീവ്, ധന്യാശ്രീ, എല്ലാവരും കാണുന്നുണ്ട് കേട്ടാ. സുജനം, രാജൻ, മഹേഷ്, കേശവൻ, എല്ലാവർക്കും ഹായ്. ഹരിദാസ്, CK ഗംഗാധരൻ, ഇസ്മായിൽ, മഹേഷ്, നിജേഷ്, എല്ലാരോടും വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ സന്തോഷം അറിയിക്കുന്നു. ഒരുപാടായല്ലോ പരസ്പരം കണ്ടിട്ട്. ഇപ്പൊ എനിക്ക് തോന്നി യൂട്യൂബ് ലൈവ് ആയിരുന്നു സത്യത്തിൽ സെറ്റ് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഫേസ്ബുക്കിൽ ലൈവ് പോകാം, ഒരുപാടായി. എന്തായിരുന്നാലും പഴയ ഒരുപാട് സുഹൃത്തുക്കളെ കാണാനുണ്ട്, അവരെയൊന്നും കണ്ടിട്ടില്ല. ധന്യശ്രീ ഹായ്, CK ഗംഗാധരൻ, സാമുവൽ, എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും എനിക്ക് ചില പ്രധാന വിഷയങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട്. നമസ്തേ സുധീഷ്, നമസ്തേ ഉമേഷ്, പ്രദീപ്, സന്തോഷവതിയും സുന്ദരിയുമായിട്ടോ. ഇത് പോരെ, കേട്ടാ പോരെ. ഡയാന ഹായ്, സുജനം ഹായ്, സുരേഷ് ഹായ്, ശശികുമാർ, റെജി, സുനിൽകുമാർ, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവരെയും ചാനലിലേക്ക്, നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് സ്വാഗതം ചെയ്തു. ഒരു വാർത്ത നിങ്ങൾ ഇന്ന് കേട്ടിട്ടുണ്ടാവും. എല്ലാവരും കേട്ടതുപോലെ തന്നെ നമ്മളും ആ വാർത്ത അത്ര ലളിതമായി കേട്ട് കളയാനുള്ള വാർത്തയല്ല. അതിനകത്ത് നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, വസ്തുതകൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കാൻ, തീരുമാനിക്കാൻ, അറിയാൻ, മനസ്സിലാക്കാൻ ഒരുപാട് വസ്തുതകളുണ്ട്. നിങ്ങൾ കേട്ടോ, ഭീമന്റെ അവിടെ ജാഫർ എന്ന പേര് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും മുഴങ്ങിക്കേട്ട ഒരു പേരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ നിരോധനം വന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിക്കുന്ന വാർത്തകൾ ചെയ്യാൻ പോലും ആളുകൾ ഭയന്നിരുന്നു, പേടിയായിരുന്നു മാധ്യമങ്ങൾക്ക്. കാരണം പിന്നീട് അവരുടെ ചാനലും ഒന്നും ഉണ്ടാവില്ല, അത് തന്നെ പേടി. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഭീഷണി വേറെ ഉണ്ടാകും, പിന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവരെ സംബന്ധിക്കുന്ന വാർത്തകൾ കൊടുക്കാൻ ആളുകൾ ഭയക്കുന്നതും മടിക്കുന്നതും. ഇന്ന് ഭീമന്റെ അവിടെ ജാഫർ എന്ന വ്യക്തിയെ കണ്ണൂരിൽ നിന്ന് പൊക്കി. ആരാ പൊക്കിയത്? NIA. അതിനു മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയ നമ്മുടെ സവാദ് 1ാം പ്രതിയാണ്. ഈ കണ്ണൂര് തന്നെയാണ് ആള്. എത്ര നാളാ ജീവിച്ചത്? എത്ര നാളാണ്? 13 വർഷം. 13 വർഷം കൃത്യമായി ആൾമാറാട്ടമൊന്നും നടത്തിയിട്ടില്ല. ഹെയർ സ്റ്റൈലിൽ ഒരു വ്യത്യാസമൊന്നും, അത്രേ ഉള്ളൂ. എന്നിട്ട് അയാൾ ഈ നാട്ടിൽ ജീവിച്ചു. എല്ലാ നിയമ സംവിധാനങ്ങളെയും എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരെയും പരിഹസിച്ചുകൊണ്ട്, നമ്മുടെ നിയമത്തെ വ്യഭിചരിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയായിരുന്നു അയാൾ.
എന്റെ കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും, എന്നാലും ഞാൻ ഈ നാട് വിട്ടു പോകില്ല. ബംഗ്ലാദേശിലും പോകില്ല, പാകിസ്ഥാനിലും പോകില്ല. നിങ്ങൾ കേട്ടില്ലേ, ഒരു 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ ഈ കേരളക്കരയിൽ മുഴക്കിയ ഒരു മുദ്രാവാക്യം. അതുപോലത്തെ ഒരു മുദ്രാവാക്യം, ഞങ്ങൾ എങ്ങും പോകില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ആളുകളെ കൊണ്ട് ബംഗ്ലാദേശിലാണ്, സിറിയയിലാണ്, ഇറാനിലാണ്, സൗദി അറേബ്യയിലാണ്, യമനിലാണെന്നൊക്കെ പറയിപ്പിച്ച് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ എത്തും, ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ എത്തും. എന്നിട്ട് എന്തായി? ആളെവിടെ ഉണ്ടായിരുന്നു? കൃത്യമായിട്ട് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 13 വർഷം ഇവിടെ ജീവിച്ചു. ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയതുകൊണ്ട് അയാൾക്ക് പുതിയ ഒരു അവാർഡും കൂടെ കിട്ടി. ഒരു പെണ്ണ്, അബ്ദുറഹ്മാൻ എന്ന SDPI-കാരൻ അയാളോട് ചോദിച്ചു, കേരളക്കരയിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കിയതിന് നിനക്ക് എന്താണ് വേണ്ടത് ഭൃത്യ? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു പെണ്ണ് വേണം. ശരി, എന്റെ 8 മക്കളിൽ ആരെയാണ് നീ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ മോളെ കിട്ടിയ തരക്കേടില്ല. ശരി, അങ്ങനെ ഖദീജയെ നൽകുന്നു. കേരളമാണ്, ഈ കേരളത്തിൽ അതൊക്കെ നടക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. മനസ്സിലായില്ലേ? കേരളക്കരയില് അതും അതിന്റെ അപ്പുറവും നടക്കും. അതായത് ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയതിന്റെ പാരിതോഷികമായി പെണ്ണ് കിട്ടി, കോടിക്കണക്കിന് പണവും കിട്ടി. ഈ കേരളത്തെ, ഈ സ്വതന്ത്ര ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ തലങ്ങും വിലങ്ങും പണിയെടുത്ത ഭീമന്റെ അവിടെ ജാഫറിന് കണ്ണൂർ സുഖവാസം ഒരുങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ? കേരളം എത്രമാത്രം ഭീകരതയുടെ ഈറ്റില്ലമായി മാറിയിരിക്കുന്നു. അതെ, നമ്മൾ ഭയക്കണം, നമ്മൾ ഭയക്കണം. ഇത്തരം ഭീകരന്മാരെ ഒക്കെ സൃഷ്ടിച്ചു വിടുന്ന ഫസൽ ഗഫൂറന്മാരെ നമ്മൾ ജാഗ്രതയോടുകൂടി കാത്തിരിക്കണം, നോക്കണം, പഠിച്ചു വെക്കണം. ഒരവസരം വന്നാൽ നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാനില്ലേ? ചോദിക്കാൻ, മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തേണ്ടെന്ന സമയം വരുമ്പോൾ ഇതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് വരണം നമ്മുടെ മൈൻഡിലേക്ക്. 2047 ഈ സ്വതന്ത്ര ഭാരതത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ പണിയെടുത്ത വ്യക്തിയാണ് ജാഫർ. ജാഫർ തുടക്കം മുതൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കുചേർന്നിരുന്നു. അയാളെയാണ് ഇപ്പോൾ NIA പൊക്കിയത്. 13 വർഷം കണ്ണൂര് തന്നെ ഒളിവിലായിരുന്നു സവാദ്. ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ മഴുവുമായി കടന്നു കളഞ്ഞതാ കക്ഷി. പിടിക്കാൻ പറ്റിയില്ല. അപ്പോ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയിട്ട് അയാൾക്ക് കോടികൾ കിട്ടി. നിയമം അയാളെ പിടിച്ചില്ല, പെണ്ണ് കെട്ടി, 2 കുഞ്ഞുങ്ങളായി സുരക്ഷിതനായി ജീവിച്ചു. അപ്പോൾ പിന്നെ അടുത്തൊരാൾക്ക് വെട്ടാൻ പ്രചോദനമാകില്ലേ? ഇക്കഴിഞ്ഞ ഇടയ്ക്കല്ലേ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് സത്താർ പന്തല്ലൂര് പറഞ്ഞത്, നമ്മുടെ സമസ്തയുടെ നേതാക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കൈവെട്ടും. ശരിയാണ്, ഇവര് വെട്ടും. ഇവർക്ക് വെട്ടിയും കുത്തിയും നല്ല പ്രാവീണ്യമുണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ലൈവില്. വർഗീസ് ഗോഡ് ബ്ലെസ്. നമുക്ക് വിഷയ സംബന്ധമായിട്ട് എന്തെങ്കിലും പറ്റുമോ നോക്കാം. സക്കരിയ എന്താ പറഞ്ഞേ? ജോസഫ് മാഷിന്റെ കാലും വെട്ടിയോ? ആ ചിത്രത്തിൽ നോക്കിയാൽ മതി നിങ്ങള്. ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടി. ഇസ്ലാമിക ശിക്ഷാ നിയമം അങ്ങനെയാ. ഇടത് കൈയും വലത് കാലും, വലത് കൈയും ഇടത് കാലും ഇങ്ങനെ എതിർദിശകളിൽ നിന്ന് ഛേദിക്കണമെന്നാ പറഞ്ഞത്. ശ്യാമളൻ ഹായ്, രമേശ് ഹായ്, സജീവ് നായർ ഹായ്, ശിവപ്രസാദ്, പ്രദീപ്, ഉദയകുമാർ എല്ലാവരും ഉണ്ട്. എല്ലാവരോടും വളരെ സന്തോഷമുണ്ട് കേട്ടാ. ശിവപ്രസാദ് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഉമേഷ് ഹായ്, ജോസ്, സായിറാം, പ്രസാദ്, സെബാസ്റ്റ്യൻ, നിജേഷ്, മഹേഷ് എല്ലാവരോടും വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണെങ്കിലും പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു ലൈവ് വന്നപ്പോൾ നിങ്ങളൊക്കെ വന്നല്ലോ, വളരെ സന്തോഷം, വലിയ സന്തോഷം. നേരിൽ കാണുന്നത് പോലെ ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് എനിക്ക്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ.
സുധീഷ്, സുരേഷ്, അഞ്ജുമോൾ ഹായ്, മനു ഹായ്, അജയൻ ലവ് യു, തോമസ് ഹായ്. അപ്പോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതില് കമ്മ്യൂണിസ്റ്റുകളുടെ പങ്ക് കൂടി തീർച്ചയായിട്ടും പറയാമല്ലോ. തന്മയ ഹായ് ടീച്ചർ, ഹായ് കണ്ണൻ ഹായ്, സുധീഷ് ഹലോ, പൗലോസ് ഹായ് ടീച്ചർ, ഷാജു ഹായ്, ഇപ്പം കണ്ണൻ, സന്ദീപ് ഹായ്. ഇപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് 1921 അല്ല ഇത്, 2024 അതുകൊണ്ട് 1921 നടന്നതുപോലെ ഒരു മാപ്പിള ലഹളയ്ക്ക് ഇനിയും ഈ കേരളം നിന്നു കൊടുക്കാൻ പാടില്ല. അതിനുള്ള കോപ്പാണ് ഇവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. 2047 ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പറഞ്ഞപ്പോ പലരും പറഞ്ഞു, പിന്നെ സ്വതന്ത്ര ഭാരതത്തെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. എന്തിനാ വീമ്പിളക്കുന്നത്? പറ്റുമെന്ന് അവർ തെളിയിച്ചിട്ടില്ലേ? ബംഗ്ലാദേശിയും പാകിസ്ഥാനിയും ഒക്കെ അഫ്ഗാനിയും ഒക്കെ ഈ കേരളത്തിൽ വന്ന് പോപ്പുലർ ഫ്രണ്ടുകാരുടെ കീഴിൽ ആയുധ പരിശീലനം നേടിയത് നിങ്ങൾ മറന്നുപോയോ? നമ്മുടെ പിണറായി വിജയന്റെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ഇവർക്ക് പരിശീലനം നൽകിയത് മറന്നുപോയോ? ആരെ രക്ഷപ്പെടുത്താനാണ് നമ്മുടെ പിണറായി വിജയന്റെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പരിശീലനം നൽകിയത്? ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ വന്ന് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാണോ? അതോ പാകിസ്ഥാനികളെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടോ? നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുതയുണ്ട്. വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതോ വർഗീയത ഉണ്ടാക്കുന്നതോ വിഭാഗീയത ഉണ്ടാക്കുന്നതോ അന്യമത വിരോധം പറയുന്നതോ ഒന്നുമല്ല. അങ്ങനെയൊന്നും നിങ്ങൾ ധരിക്കേണ്ട. ഇതിനകത്ത് അങ്ങനത്തെ ഒരു വസ്തുതയുമില്ല. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാടിനെ തകർക്കാൻ, നമ്മുടെ നാനാത്വത്തിൽ ഏകത്വത്തെ തകർക്കാൻ, പല ജാതി മത വർഗ വർണ്ണ ആഘോഷങ്ങളും ഒക്കെയായി എല്ലാ മനുഷ്യരും ഒന്നുപോലെ ഒരു മാലയിലെ മുത്തുപോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഒരു മതവിഭാഗം മാത്രം ജീവിച്ചാൽ മതിയെന്നും മറ്റൊരു മതവിഭാഗവും ഇവിടെ ജീവിക്കണ്ട എന്നും ഒരു പ്രത്യേക വിഭാഗം തീരുമാനമെടുത്താൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നേ പറഞ്ഞോളൂ. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് സ്വതന്ത്ര ഭാരതമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കണ്ണൂര് നമുക്കൊരുപാട് പറയാനുണ്ട്. ഷഹീൻ ബാഗിൽ നിന്ന് ഒരു ഡൽഹി സ്വദേശിയായ ഷാരൂഖ് സൈഫി എത്തുകയാണ് ഈ കേരളത്തിൽ. വെറുതെ എത്തിയതല്ല, അയാളെ ഇവിടെ എത്തിച്ചതാണ്. എത്തിച്ചതല്ലേ? അതെ, എത്തിച്ചത് തന്നെയാണ്. കൃത്യമായി നമ്മുടെ നാടിന്റെ ഭൂമിശാസ്ത്രം വരെ പറഞ്ഞുകൊടുത്ത്, നമ്മുടെ നാടിന്റെ സ്കെച്ച് അടക്കം പറഞ്ഞുകൊടുത്ത്, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ എത്ര പരിധിക്കകത്താണ് പെട്രോൾ പമ്പ് ഉള്ളത് അതുവരെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് നമ്മുടെ നാടിന്റെ ചൂരും ചൂടും കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് അയാളെ ഇവിടേക്ക് കൊണ്ടുവന്നു. അയാളെ ഷൊർണൂര് കാരക്കാട് കോളനിയിൽ അയാൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി. ദിവസങ്ങളോളം അവിടെ വന്ന് താമസിച്ച് നമ്മുടെ നാടിനെ കുറിച്ച് പഠിക്കുക ഷാരൂഖ് സൈഫി. എന്നിട്ട് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അയാൾ കുറച്ച് അകലെയായി പോയിട്ട് 2 കിലോമീറ്റർ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് അയാൾ ഒരു ക്യാനിനകത്ത് കുറച്ച് പെട്രോളുമായി വരിക. എന്നിട്ട് ഒരു ബോഗിക്കകത്ത് ഒഴിക്കുന്നു. അയാൾ നോക്കുമ്പോൾ വേണ്ടത്ര രൂപത്തിൽ ആളിപ്പടർന്നില്ല. 3 പേര് മാത്രമേ കൊല്ലപ്പെട്ടുള്ളൂ. അതും ഈ തീ കണ്ടിട്ട് എടുത്ത് ചാടാൻ ശ്രമിച്ചവരാ. എന്നിട്ട് അയാൾ നേരെ അടുത്ത ബോഗിയിലേക്ക് കയറുവാണ് കത്തിക്കാൻ. ഷാരൂഖ് സൈഫിക്ക് എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുള്ളത്? പറഞ്ഞുതരാം, വിഷയങ്ങൾ ഇതൊന്നുമല്ല. എന്നിട്ട് 2ാമത്തെ ബോഗി കത്തിക്കാൻ ഒരുങ്ങുമ്പോൾ 5 ബോഗികളിൽ നിന്ന് ഒരുപോലെ അപായച്ചങ്ങല വലിച്ചു നിർത്തുവാണ്. സജീവ് നായർ ഹായ്, ഞാൻ കണ്ടു കേട്ടോ. അപായച്ചങ്ങല വലിച്ചു നിർത്തുവാണ്. എന്തിന്? ഈ ഭീകരൻ പിടിക്കപ്പെടരുത്. അപ്പോൾ ഈ ഭീകരനെ രക്ഷപ്പെടുത്താൻ എത്ര ആളുകൾ ചുറ്റുമുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ഭാഗികമായി ഒരു കണ്ണും ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം മൊത്തവും ഇയാൾക്ക് പൊള്ളലേൽക്കുന്നു. അതേ തീവണ്ടിയിൽ യാത്ര ചെയ്ത് ഷാരൂഖ് സൈഫി എത്തുന്നത് കണ്ണൂരാണ്. ഭാഗികമായി പൊള്ളലേറ്റ ഈ ഷാരൂഖ് സൈഫിയെ
ഒരു പോലീസും ഇയാളിൽ ഒരു സംശയവും കണ്ടില്ലേ? ഒരുപക്ഷെ മുഖം അടച്ചേക്കാം. ഈ മുഖം അടച്ചിട്ടും ഇയാളിൽ ഒരു സംശയാസ്പദമായ സാഹചര്യവും വീക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ കേരള പോലീസിന്റെ നിഷ്കളങ്കതയെ വാനോളം പൊക്കണം. അയാള് കൃത്യമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നേരം പുലരുവോളം സുഖസുന്ദരമായി സുരക്ഷിതനായി കഴിയുന്നെങ്കിൽ ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യവിലോപമല്ലേ? പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ രൂപത്തിലുള്ള സെർച്ചിങ് നടത്താത്തത് കൊണ്ടല്ലേ? എന്നിട്ട് അയാൾ എങ്ങനെ മഹാരാഷ്ട്രയിലെത്തി? എങ്ങനെയാണ് അയാൾ മഹാരാഷ്ട്ര വരെ എത്തിയത് സുരക്ഷിതനായി? അയാളെ ആരും പിടിച്ചില്ല. സുരക്ഷിതനായി അയാൾ മഹാരാഷ്ട്രയിലെത്തി. മഹാരാഷ്ട്ര ATS ആണ് ഇയാളെ കണ്ടുപിടിക്കുന്നത്. ഇയാളുടെ കയ്യിൽ ധാരാളം സിമ്മുകൾ ഉണ്ടായിരുന്നു. അതിലൊരു സിം ഇട്ടപ്പോൾ മഹാരാഷ്ട്ര ATSന് ടവർ വന്നു. അയാൾ ഇന്നിടത്തുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു ശാന്തിഗിരിയാണെന്ന് തോന്നുന്നു, ഒരു ഹോസ്പിറ്റൽ. അങ്ങനെ ആ ഹോസ്പിറ്റൽ വളഞ്ഞാണ് ഷാരൂഖ് സൈഫിയെ പിടിക്കുന്നത്. പിടിച്ചിട്ട് ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൽ നടന്ന സംഭവമായതുകൊണ്ട്, കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവമായതുകൊണ്ട്, അതും പെട്രോൾ സ്റ്റേഷന്റെ അടുത്ത്, ആരും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്. തൊട്ടടുത്ത് വലിയ പെട്രോൾ സ്റ്റേഷനാണുള്ളത്. എന്നിട്ട് അവിടെ വന്ന് തീയിട്ടത് കൊണ്ട് ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരള പോലീസിനെ തന്നെ ഏൽപ്പിക്കേണ്ടി വന്നു ഇയാളെ. അങ്ങനെ മഹാരാഷ്ട്ര ATS ഇയാളെ ഏൽപ്പിച്ചു. വണ്ടി മാറ്റി മാറ്റി കയറുവാണ്. ഫോർച്യൂണർ, ബൊലേറോ, ഇന്നോവ, പല വണ്ടികളിലും കയറ്റി പല സ്ഥലങ്ങളിലും കൊണ്ടിട്ട് വണ്ടിക്കൊക്കെ ടെക്നിക്കൽ പ്രോബ്ലം, അതുവരെ ഇല്ലാത്ത ടെക്നിക്കൽ പ്രോബ്ലം. ഷാരൂഖ് സൈഫി കയറിയ വണ്ടികൾക്കെല്ലാം ഇതിലൊന്നും ആർക്കും അസ്വാഭാവികതയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആള് കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് 10 തവണയിലധികം ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുവാണ് കേരള പോലീസ്. DYSP ആണ് NIAക്ക് റിപ്പോർട്ട് നൽകുന്നത്. ഇയാളെ രക്ഷപ്പെടുത്താൻ കേരള പോലീസ് ശ്രമിക്കുന്നുണ്ടെന്ന്. ഇവർ ഭീകരന്മാരുടെ കൂടെ തന്നെയല്ലേ? ഇവരല്ലേ കേരളത്തിലെ ഭീകരവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നതല്ലെന്ന് പറയാമോ? തീവ്രവാദികളെയും ഭീകരവാദികളെയും വളർത്തി വലുതാക്കി നമ്മുടെ കേരളത്തെ ഭീകരർക്ക് തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവരെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നമ്മളെ ഭരിക്കാൻ, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ രാജ്യത്തെ വികസിപ്പിക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചതാണ്. നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയിട്ട് എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഈ രാജ്യം പാകിസ്ഥാന് കൊടുക്കണോ, അഫ്ഗാന് കൊടുക്കണോ, അതോ പോപ്പുലർ ഫ്രണ്ടിന് തീരാധാരം എഴുതി കൊടുക്കണോ എന്ന് മത്സരിക്കുവാണ്. ഇതല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ആ ഷാരൂഖ് സൈഫി കണ്ണൂര് സേഫ് ആയിരുന്നു. കണ്ണൂർ അയാൾ സേഫ് ആയിരുന്നു. കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ പിടിക്കുന്നത് എത്രാമത്തെ ഭീകരനെയാണ് എന്ന് നോർത്താ മതി. ഒരു അഡ്വക്കേറ്റ് സാദിഖിനെ പിടിച്ചു, NIA പോപ്പുലർ ഫ്രണ്ട് ഭീകരനെ. അയാള് ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അഡ്വക്കേറ്റിന്റെ റൂം സെർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായും കിട്ടേണ്ടത് കേസ് ഡയറികളും നിയമപുസ്തകങ്ങളുമാണ്. പക്ഷേ ബാഡ്മിന്റൺ കിറ്റിനകത്ത് നിന്ന് കിട്ടിയത് സ്ഫോടക വസ്തുക്കളും തോക്കും ഗണ്ണുമൊക്കെയായിരുന്നു. ഇവർ ഈ കേരളത്തെ എന്താക്കാനോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇതെന്താ അഫ്ഗാനോ, ഇതെന്താ സിറിയയോ, അതോ പാകിസ്ഥാനോ? രാവിലെ ഒരു പള്ളിയിൽ ബോംബ്, ഉച്ചയ്ക്ക് മറ്റൊരു പള്ളിയിൽ സ്ഫോടനം, മൂന്നാമത് മറ്റൊരു പള്ളിയിൽ കഴുത്തറുക്കൽ. ഇങ്ങനെ നടക്കുന്ന പാകിസ്ഥാന്റെ സമാധാനം ഈ കേരളത്തിൽ സ്ഥാപിക്കാനാണോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കേരളത്തില് കണ്ണൂര്, അതുപോലെ ഈരാറ്റുപേട്ടയൊക്കെ എത്രമാത്രം ഭീകരർ വളരുന്നു എന്ന് നോക്കൂ. ഇവരെ ആരാ വളർത്തിക്കൊണ്ടുവരുന്നത്? ഇവരെ തലങ്ങും വിലങ്ങും വളർത്താനും പരിപോഷിപ്പിക്കാനും ഇവർക്ക് വേണ്ടതെല്ലാം നൽകാനും ജാഗ്രതയോടുകൂടി നമ്മുടെ കേരള സർക്കാരുണ്ട്. പോപ്പുലർ ഫ്രണ്ട് എപ്പോഴാണ് ഈ സംഘടന ഫോം ചെയ്യുന്നത്? SDPI. ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ 5 ലക്ഷം ആളുകളെ കോഴിക്കോട് കടപ്പുറത്ത് മഹാജന സമ്മേളനത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സംസ്ഥാന നേതാക്കളെയും കുറച്ച് ജില്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അടച്ചതുകൊണ്ട് ഈ ഭീകരവാദവും ഈ തീവ്രവാദവും ഇല്ലാതാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? SDPI അങ്ങ് തിളയ്ക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? PFI എന്ന 3 അക്ഷരവും പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയുടെ പേരും മാത്രമേ നിരോധിക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഇവർ 2024 പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന തിരക്കിലാണ്.
2047 ഗവർണറും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഒക്കെ ഇന്ന് തിഹാർ ജയിലിൽ കിടന്ന് ഡയപ്പറിലിരുന്ന് മുള്ളുക. ഒരു രക്ഷയുമില്ല. ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ സവാദിൻ പിടിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ തിഹാർ ജയിലിൽ അടച്ചപ്പോൾ ആ നേതാക്കളെ നല്ല രൂപത്തിൽ NIA സൽക്കരിച്ചു. NIA യുടെ സൽക്കാരം ഇവര് വിചാരിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും ഒക്കെ അപ്പുറത്താണ്. നല്ല രൂപത്തിൽ ഇവരെ സൽക്കരിച്ച് ഇവര് കുടിച്ച ഉമ്മയുടെ മുലപ്പാല് വരെ ഛർദിക്കുന്ന രൂപത്തിൽ ഇവരെ ഒന്ന് സൽക്കരിച്ചു. ആ സമയത്ത് ഇവർ സകല കാര്യങ്ങളും തത്ത പറയും പോലെ പറഞ്ഞു. അങ്ങനെയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിൽ 30-ലധികം പ്രതികൾ ഉണ്ടായിരിക്കെ മുഴുവൻ ആളുകളെയും കോടതിയിൽ സബ്മിറ്റ് ചെയ്തു, ഹാജരാക്കി. അവർക്കൊക്കെ കൃത്യമായ രൂപത്തിൽ ശിക്ഷയും വിധിച്ചു. എന്നിട്ടും ഒന്നാം പ്രതി ഡാർക്ക് ഏജിൽ നിൽക്കുന്നു, ഒരു വട്ടപ്പൂജ്യത്തിൽ അന്ധകാരത്തിൽ. എന്തുകൊണ്ട് എന്തേ ഒന്നാം പ്രതിയെ പിടിക്കാൻ കഴിയാതെ മറ്റെല്ലാ പ്രതികളെയും പിടിക്കാൻ സാധിച്ചു? ഒന്നാം പ്രതിയായ സവാദ് ജോസഫ് മാഷിനെ വെട്ടിയ മഴുവുമായി രക്ഷപ്പെടുകയാണ്. പിടിക്കാൻ കഴിഞ്ഞില്ല. അതേ കണ്ണൂര് തന്നെ ഇപ്പോൾ ഭീമന്റെ അവിടെ ജാഫറും രക്ഷപ്പെട്ടു നിൽക്കുന്നു. എങ്ങനെയുണ്ട്? കണ്ണൂര് ഇവരെ സഹായിക്കാൻ എല്ലാവരുമുണ്ട്. ഒരു പോലീസും ഇവരെ പിടിക്കില്ല, ഒരു പട്ടാളവും ഇവരെ തൊടില്ല. ഒരു സുകുമാരക്കുറുപ്പാകാനുള്ള സവാദിന്റെ അവസരത്തെയാണ് NIA നഷ്ടപ്പെടുത്തിയത്. പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെ NIA പിടിച്ചത്? ഒരു 3 മണിക്ക് എല്ലാ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിലും ഒരു കോളിംഗ് ബെല്ല് വരുവാണ്. എന്ത് ജാഗ്രതയോടെയാണ് NIA ഇത് കൈകാര്യം ചെയ്തെന്ന് ആലോചിച്ച് നോക്കി. ഏതൊരു രാജ്യസ്നേഹിക്കും സന്തോഷം തോന്നുന്ന രൂപത്തിലാണ് NIA ഇവരെ കുടുക്കിയത്. കേരള പോലീസിലെ ഒരു പുൽക്കൊടി പോലും അറിയാതെ, കാരണം അവരറിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടുകാരോട് നേരിട്ട് വിളിച്ചു പറയുന്നതിന് തുല്യമാണല്ലോ, ഒരാളും അറിയാതെ വളരെ കൃത്യമായി എന്ത് തരത്തിലാണ് അത് അവരങ്ങനെ ഒരു അടുക്കടുക്കായി ചെയ്തെന്ന് ആലോചിച്ച് നോക്കി. അടുക്കും ചിട്ടയോടെ 3 മണിക്ക് ഓരോ ഭീകരന്റെയും വീട്ടിലെ കോളിംഗ് ബെല്ലുകൾ ശബ്ദിക്കുന്നു. കാരണം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വിളിച്ചു പറയാൻ ഒരു സാവകാശം ലഭിച്ചിട്ടില്ല. NIA ഇറങ്ങിയിട്ടുണ്ടെന്ന് സൂക്ഷിച്ചൊന്ന് പറയാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ഇവനെയൊക്കെ പൂട്ടി. ഉടനെ പോയി നസറുദ്ദീൻ ഇളമരത്തിന്റെ വീട്ടിൽ കോളിംഗ് ബെല്ല് വന്നു. ശരി, എന്നാ പോകുകയല്ലേ? എന്നാ വിലങ്ങ് വെച്ചു പോയേക്കാം. കാരണം നമ്മൾ ചെയ്ത രാജ്യദ്രോഹം എന്താണെന്നും എത്ര ആഴവും പരപ്പുമുള്ളതാണെന്നും ഏത് നിമിഷവും NIA ഉദ്യോഗസ്ഥർ എന്റെ വീട് വളയാമെന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്ക് രണ്ടാമതൊന്നും ചോദിക്കേണ്ടി വന്നില്ല. ഞാൻ ചെയ്ത തെറ്റെന്താണെന്നും എന്നെ എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതെന്നും ചോദിക്കേണ്ടി വന്നില്ല. എന്നാൽ പോകുകയല്ലേ? കാരണം തിഹാർ ജയിലിന്റെ വാതിലുകളാണ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ശിക്ഷയെന്ന് എല്ലാവരെക്കാളും ഏറെ കൃത്യമായും ഈ തെറ്റ് ചെയ്തവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കൃത്യമായി അവരെയൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. പറഞ്ഞു വരുന്നത് ഒരു കണ്ണൂര് മാത്രമല്ല, കേരളത്തിന്റെ അനേകം സ്ഥലങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ഈറ്റില്ലമാണ്, താവളമാണ്. ഇന്ന് ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. എന്താണ്? രജനി നീലകണ്ഠൻ. അവരുടെ വീട് മഞ്ചേരിക്കടുത്താണ്. അവർക്ക് ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. എനിക്ക് അഡ്രസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആരും ഇതുവരെ അത് ആരും വാർത്തയാക്കിയൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അവരിന്ന് കുറച്ചു മുമ്പാണ് എന്നെ വിളിച്ചെന്ന് സംസാരിച്ചിരുന്നത്. പോയെന്ന് തോന്നുന്നു. അവർക്ക് രജനി നീലകണ്ഠൻ എന്നാണ് അവരുടെ പേര്. മഞ്ചേരിക്കടുത്താണ് വീട്. ഏതോ ഒരു കോളനിയും വാർഡൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. മുസ്ലിങ്ങളൊക്കെ തിങ്ങി പറക്കുന്ന പ്രദേശമാണ്. അവർക്ക് അവിടെ ഒരു 10 സെന്റ് സ്ഥലവും വീടുമുണ്ട്. അവിടെ താമസിക്കാൻ മുസ്ലിങ്ങൾ അവരെ അനുവദിക്കുന്നില്ല. അവര് പലരുടെയും കാല് പിടിച്ചു നോക്കി. ഇവരോട് മുട്ടാൻ ഒരാളും തയ്യാറാകുന്നില്ല. ഒടുവില് ഞാൻ തത്വമയിലെ രാജേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജേഷ് ഇതൊന്ന് നോക്കണേ, ഇതിന് എത്രമാത്രം ജെന്യൂനിറ്റി ഉണ്ടെന്ന് അറിയില്ല, ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവരുടെ നമ്പർ ഇവർക്കും കൊടുത്തു, ഇവരുടെ നമ്പർ അവർക്കും. ഈ കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം മെജോറിറ്റിയോ അവര് മാത്രം മതിയോ? ഈ കേരളത്തിലെ
അവകാശം വാങ്ങി അടകുടി കിടന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ച് അവകാശം വാങ്ങി പാകിസ്ഥാൻ നിർമ്മിച്ചു പോയിട്ട് വീണ്ടും വന്നിട്ട് ഈ അടിസ്ഥാനത്തിൽ നിന്നും വീണ്ടും അവകാശം വേണമെന്ന് പറയുന്നത് പോലെ മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാമെന്ന് ഇവര് തന്നെ വിളിച്ച മുദ്രാവാക്യം അനുസരിച്ച് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ ഇവിടെ ജീവിക്കാം, അല്ലെങ്കിൽ ഇവരുടെ നേതാക്കളെ പോലെ തിഹാർ ജയിലിൽ ജീവിക്കാം. എന്താ സംശയം? ഒരു സംശയമില്ല. ഇത്തരക്കാരെ ഒതുക്കേണ്ടത് അവിടെ തന്നെയാണ്, സംശയമില്ല. കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. രതീഷ്, മധു, ബിജു, ഹായ്, എല്ലാവർക്കും ഹായ് ട്ടാ. സജീവ്, വി ഡി വർഗീസ്, സജീവ് നായർ, ഹായ്. സജീവെ ഞാൻ കണ്ടേട്ടാ. ജോസ്, സജീവിന്റെ എല്ലാ മെസ്സേജും ഞാൻ കണ്ടു. സന്തോഷ്, സുധി, ജയ്ഫിൻ, രാജേഷ് കോത്തോടുമുണ്ട്. രാജേഷ് കല്ലപ്പള്ളി അല്ലേ, കല്ലപ്പള്ളി പ്രസാദ്, ഷിബു, ബാസി, ദിനേഷ്, കണ്ണൻ, എല്ലാവർക്കും ഹായ് കേട്ടോ. ഹരിദാസൻ, മനു, ജിമ്മി, സുധീഷ്, കണ്ണൻ, എല്ലാവർക്കും, തന്മയ, എല്ലാവർക്കും കേട്ടോ. ബാസി, ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല കാരണം കണ്ടമാനം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അഞ്ചുമോൾ ഹായ്. ജാമിദ ടീച്ചർ ഹായ്. എല്ലാരോടും വളരെ സന്തോഷം. നിങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. വി കെ ബൈജു ഹായ്. എന്താ നീ പീഡനം ഒക്കെ ആയിട്ടൊരു വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഷാജി, സുരേഷ്, മണി, കൈവേലി, ജയൻ, ജീതു, എല്ലാവരോടും വളരെ സന്തോഷം. ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. അതായത് കേരളം ഈ ഭീകരരുടെ ഈറ്റില്ലമായി മാറാൻ മതേതര മലയാളികൾ അനുവദിക്കരുത്. ഇവരേതാണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇവർ യൂണിവേഴ്സിറ്റി ആയി കഴിഞ്ഞു. ഇവർക്ക് ഇവിടെ എന്തും പറ്റും. ആദ്യം പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ഭീകരരുടെ നഴ്സറി ആയിരുന്നു കേരളമെങ്കിൽ ഇന്നത് യൂണിവേഴ്സിറ്റിയായി മാറിയിട്ടുണ്ട്. പി സി ജോർജ് ഈ വസ്തുത ഉറക്കെ പറഞ്ഞപ്പോൾ പി സി ജോർജിനെ തളയ്ക്കാൻ, പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി മുദ്രാവാക്യം ഒഴുക്കിയിരുന്ന ആൾക്കാരെവിടെ? ഈ കേരളത്തിലെ ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനുമെതിരെ സംസാരിച്ചതിന്റെ പേരിൽ പാലാ ബിഷപ്പിന്റെ നാവറുക്കാൻ നിന്നവരെവിടെ പോയി? പാലാ ബിഷപ്പിന്റെ തലയെറുക്കാൻ നിന്നവരെവിടെ പോയി? ഈ ഭീകരരെ ആരും എതിർക്കരുത്. അതുകൊണ്ട് ഇവരെ ഹിന്ദുക്കളുടെ തോളിൽ ഒന്ന് കൈയിടും, നാളെ ആ തലയെടുക്കാതെ നോക്കിക്കോ. ക്രിസ്ത്യാനികളെ ഒന്ന് ഹായ് പറയും, എന്നിട്ട് അവരെ ഹായ് നിൽക്കട്ടാ, ഒന്ന് നിസ്കരിച്ചിട്ട് വരാം. നിസ്കരിക്കാൻ കയറിയിട്ട് എന്താ പറയുന്നത്? അല്ലാഹുവേ, നീ വഴിപിഴപ്പിച്ച ഈ പിഴച്ചവരുടെ മാർഗത്തിൽ, നീ കോപിച്ചവരുടെ മാർഗത്തിൽ അല്ലാ നീ ഞങ്ങളെ ആക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഹായ്ഡാ, നീ എന്റെ സഹോദരനാണ് കേട്ടോ, സുഹൃത്താണ് കേട്ടോ. ഇവരുടെ ഉള്ളിൽ എന്താ? ഒരവസരം പാർത്തിരിക്കുന്ന ചെന്നായ, ചോര കുടിക്കാൻ അന്യമതസ്ഥരുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു ചെന്നായ ഇവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. അവസരത്തിന് വേണ്ടി അവർ കാതോർത്തിരിക്കുവാണ്. ഒരവസരം വന്നാൽ തീർച്ചയായിട്ടും അവരത് യൂട്ടിലൈസ് ചെയ്യും. നിങ്ങൾ കണ്ടില്ലേ, ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്നപ്പോൾ ഹമാസിനെ ഒരു ലോക രാജ്യവും പിന്തുണച്ചില്ല. പലസ്തീനെ പിന്തുണച്ചു. പലസ്തീനിലെ സാധാരണ ജനങ്ങൾ എന്തു പിഴച്ചു? ഇവരെ എലക്ട് ചെയ്തു എന്നുള്ള തെറ്റല്ലാതെ വേറൊന്നും അവർ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അവർ തുരങ്കങ്ങൾ ഉണ്ടാക്കിയപ്പോൾ എതിർത്തില്ല. അവരുടെ ഭീകരത വളർക്കുമ്പോൾ വളരട്ടെ എന്ന് വിചാരിച്ചവരാരും എതിർത്തില്ല. ശരി തന്നെയാണ്. ഈ മക്കയിലും മദീനയിലും നബി ജനിച്ച മണ്ണാണ്. ഇസ്ലാമിക ശരീഅത്ത് നിയമം നിലനിൽക്കുന്ന മണ്ണാണ്. അവിടെ പോലും ഗാസയ്ക്കു വേണ്ടി ശബ്ദിച്ചാൽ കൽത്തുറങ്കിൽ അടയ്ക്കുമെന്നായിരുന്നു അവിടെയൊക്കെ പുറപ്പെടുവിച്ച നിയമമെങ്കിൽ ഈ കേരളത്തിൽ ഹമാസ് ഭീകരനായ ഖാലിദ് മിഷേലിനെ കൊണ്ടുവന്നൊരു വിർച്വൽ മീറ്റിംഗ് നടത്തിയ ആൾക്കൊരു വേദി കൊടുക്കുക. എന്തിന്? കേരളത്തിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ട് എന്നറിയിക്കുവാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് സക്കീർ നായിക് പറഞ്ഞു വെച്ചു, ഇന്ത്യയിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോ, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആശയങ്ങളും നിലപാടുകളും ആദർശങ്ങളും വളർത്താൻ പറ്റിയ മണ്ണാണത് എന്ന് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് കേരളത്തിൽ ഹമാസുകാരെ, ഭീകരരെ, ഐസിസ് ഭീകരരെ, ലഷ്കർ ഇ തൊയ്ബയായാലും അൽ ഖ്വയ്ദയായാലും ഹിസ്ബുള്ളയായാലും ഇനി ഹൂതികളായിരുന്നാലും ശരി, നിങ്ങളെ സ്വാഗതം ചെയ്യാൻ നിങ്ങളെ പോലെ ചിന്തിക്കുന്ന സമാന മനസ്കരായ കേരളക്കരയിലെ കുറച്ച് ആളുകൾ ഉണ്ട് കേട്ടോ എന്ന് വിളിച്ചറിയിക്കുക. ഇത് രാജ്യത്തിന് ഭീഷണിയാണ്. ഇത് രാജ്യത്തിന് ഭീഷണിയാണ്.
ഈ രാജ്യത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ച യൂത്ത് ലീഗുകാരെ ആരെങ്കിലും രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചോ? അവരുടെ രാജ്യദ്രോഹത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ആഗ്രഹിച്ചോ? ഇല്ല. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പോലും ഇവർക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ പ്രയാസമുള്ളത് കൊണ്ട് പറഞ്ഞു പോകുന്നതാ, വിഷമമുള്ളത് കൊണ്ട് പറഞ്ഞു പോകുന്നതാ. പറയാതെ എന്ത് ചെയ്യും? ആരെങ്കിലുമൊക്കെ ഇവർക്കെതിരെ ഒന്ന് സംസാരിക്കണ്ടേ, ശബ്ദിക്കണ്ടേ? ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, ബഹുസ്വരതയ്ക്കു വേണ്ടി, ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ പിടിച്ച് സംഖ്യയാക്കിയാൽ ഉടനെ തന്നെ എല്ലാവരും നിശബ്ദരാകുമെന്ന് ഇവര് വിചാരിച്ചു പോയോ? സംഖ്യയെങ്കിൽ സംഖ്യ തന്നെ. രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവർ സംഖ്യകളാണെങ്കിൽ സംഖ്യകളെ ഇവർ രാജ്യസ്നേഹികളായിട്ട് തന്നെയല്ലേ ചിത്രീകരിക്കുന്നത്? എന്നാൽ അങ്ങനെയാകാൻ തയ്യാറാണെന്നേ ഇരിക്കട്ടെ. അത്രേ പറയാനുള്ളൂ ഇവരോട്. അതുകൊണ്ട് കണ്ണൂര് പോലെ പല ജില്ലകളും ഉടനെ തന്നെ പുറം ലോകം കാണും. പല രൂപത്തിലും നമുക്കത് കാണാം. അപ്പോൾ വളരെ കുറഞ്ഞ സമയം, ഞാൻ അരമണിക്കൂർ നിങ്ങളുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ജാഫർ എന്ന ഭീമന്റെ അവിടെ ജാഫർ അല്ലേ, ഇതിന്റെ ഒക്കെ പേരെന്താണല്ലേ? അപ്പോ ഇയാളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ ഇതിനെയൊക്കെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഇതിനൊക്കെ എതിരെ സംസാരിക്കാനുമുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഒരു കമന്റിലൂടെയെങ്കിലും. വിജയൻ നായർ കണ്ടു, എൽദോ ഹായ്, പ്രേം, ബിജു, ബെന്നി, പ്രസാദ്, മനോജ്, വിജയൻ, സുബ്രഹ്മണ്യൻ, ജയൻ, ജീതു, അനിൽ, മണി, സുരേഷ്, ഷാജി, എല്ലാരെയും കണ്ടു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇനിയും ലൈവുകളിലൂടെ സംവദിക്കാമെന്ന് കരുതുന്നു. സമയം ഉണ്ടായിട്ടല്ല. എന്തായിരുന്നാലും സമയം കണ്ടെത്തിയേ മതിയാകും. നമ്മൾ കണ്ടെത്തുന്നതാണല്ലോ സമയം. എല്ലാ മനുഷ്യനും 24 മണിക്കൂർ തന്നെയല്ലേ ഉള്ളൂ. ചിന്തിക്കാൻ അല്പം താമസമായി. അപ്പോൾ ഭീമന്റെ അവിടെ ജാഫറിനെ സംരക്ഷിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ ഫസൽ ഗഫൂറിനെ പോലെയുള്ള അസ്ത്രങ്ങളെ നമ്മൾ ജാഗ്രതയോടെ നോക്കിയിരിക്കണം. അയാളുടെ പ്രസംഗം നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ. ഈ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തിക്കൊണ്ടുവന്നതിൽ പ്രധാനി അദ്ദേഹമാണ്. അതുപോലെ KT ജലീൽ വരുന്നു, അത്ര പുണ്യാളന്മാരൊന്നുമല്ല. സിമിയുടെ ഭീകരവാദ സംഘടന, സിമി എന്ന ഭീകരവാദ സംഘടനയുടെ തലപ്പത്തിരുന്ന KT ജലീലിനെയൊക്കെ മതേതര മുഖച്ഛായ നിങ്ങളങ്ങ് നൽകിക്കോ? ഞാൻ നൽകില്ല. കാരണം ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഭീകരന്മാർ തരാതരം പുറത്തു ചാടും. അധികം വൈകാതെ നമുക്കതിനെ കാണാനും കഴിയും. അപ്പോൾ ഏതാണ്ട് സമയം അവസാനിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നാളെയും നമുക്ക് ലൈവിൽ ഏതാണ്ട് 9 മണിയോടുകൂടി വരാമെന്ന് വിചാരിക്കുന്നു. കാണാം. എല്ലാവർക്കും ശുഭരാത്രി. നമസ്കാരം.